അഴിമതിരഹിത കേരളം ലക്ഷ്യമിട്ട് സംസ്ഥാന വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയിൽ പ്രൊജക്ട് സീറോ പദ്ധതി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പ്രഖ്യാപിച്ചു. അഴിമതിയും കൈക്കൂലിയും നടക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പകർത്തി നൽകുന്ന പൊതുജനങ്ങൾക്ക് 5000 രൂപ സമ്മാനമായി നൽകുമെന്നും അദ്ദേഹം പത്രസമ്മേളനത്തിലൂടെ അറിയിച്ചു. അഴിമതി നടക്കാനുള്ള സാധ്യതകൾ മുൻകൂട്ടി മനസ്സിലാക്കി തടയുകയാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ നേതാക്കളും ഇനി മുതൽ വിജിലൻസിന്റെ കർശന നിരീക്ഷണത്തിലായിരിക്കും. അഴിമതിയെക്കുറിച്ച് പൊതുജനങ്ങൾ നൽകുന്ന വിവരങ്ങൾ തികച്ചും രഹസ്യമായി സൂക്ഷിക്കണമെന്നും മന്ത്രി ഉറപ്പു നൽകി. സർക്കാർ സേവനങ്ങൾ ലഭിക്കുന്നതിനായി ഉദ്യോഗസ്ഥർക്ക് പണം നൽകുന്ന ശീലം ജനങ്ങൾ അവസാനിപ്പിക്കണമെന്നും ചെന്നിത്തല ആവശ്യപ്പെട്ടു. അഴിമതിക്കാരെക്കുറിച്ചുള്ള വിവരങ്ങൾ ജനങ്ങൾ ധൈര്യപൂർവ്വം വിജിലൻസിന് കൈമാറണം. വരും ദിവസങ്ങളിൽ സർക്കാർ വകുപ്പുകളിലും സഹകരണ മേഖലയിലും വിജിലൻസ് തങ്ങളുടെ സാന്നിധ്യം കൂടുതൽ ശക്തമാക്കും. വിജിലൻസിന് പൂർണ്ണ സ്വാതന്ത്ര്യമായി പ്രവർത്തിക്കാനുള്ള അവസരം സർക്കാർ ഒരുക്കും. അഴിമതിക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള പ്രോസിക്യൂഷൻ അനുമതികൾ വേഗത്തിൽ ലഭ്യമാക്കുന്നതിനായി വിവിധ വകുപ്പ് മേധാവികളുമായി ഉടൻ ചർച്ച നടത്തുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അഴിമതിയുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പരാതികളും ദൃശ്യങ്ങളും വിശകലനം ചെയ്യുന്നതിനായി നിർമ്മിത ബുദ്ധി സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നതാണ് ഈ പദ്ധതിയുടെ മറ്റൊരു പ്രത്യേകത. സർവീസിൽ നിന്ന് വിരമിക്കുന്ന ഉദ്യോഗസ്ഥരെ ആദരിക്കുന്ന ചടങ്ങും ഇതോടൊപ്പം നടന്നു. വിജിലൻസ് മേധാവി മനോജ് എബ്രഹാം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ആഭ്യന്തരമന്ത്രിയുടെ പോലീസ് ഉപദേഷ്ടാവ് എ ഹേമചന്ദ്രൻ, വിജിലൻസ് IG തോംസൺ ജോസഫ് എന്നിവരും പങ്കെടുത്തു. ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് നടന്ന സമരങ്ങളുടെ ഭാഗമായി രജിസ്റ്റർ ചെയ്ത എല്ലാ കേസുകളും പിൻവലിക്കാൻ സർക്കാർ ആലോചിക്കുന്നില്ല എന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കി. സമരങ്ങളുമായി ബന്ധപ്പെട്ട് ആകെ 2624 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതിൽ പകുതിയോളം കേസുകളും ഗുരുതരമായ ക്രിമിനൽ സ്വഭാവമുള്ളതാണ്. ക്രിമിനൽ സ്വഭാവമുള്ള ഇത്തരം കേസുകളിൽ കോടതിയാണ് അന്തിമ തീരുമാനമെടുക്കേണ്ടത്. ഗുരുതരമല്ലാത്തതും പരസ്പരം ഒത്തുതീർപ്പാക്കാനാവുന്നതുമായ കേസുകൾ പിൻവലിക്കുന്നത് മാത്രമാണ് സർക്കാർ പരിശോധിക്കുക. ക്രിമിനൽ സ്വഭാവമുള്ള കേസുകൾ പിൻവലിക്കണമെങ്കിൽ സർക്കാർ നിയമപരമായി തീരുമാനമെടുത്ത് പ്രോസിക്യൂഷൻ മുഖേന കോടതിയിൽ അപേക്ഷ നൽകേണ്ടതുണ്ട്. മുൻ സർക്കാരിന്റെ കാലത്തും ഇത്തരം കേസുകൾ പിൻവലിക്കുന്ന കാര്യത്തിൽ തീരുമാനമൊന്നും ഉണ്ടായിരുന്നില്ല എന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി.